മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ആദിലയും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുകയാണ്. ചർച്ചാ വിഷയം വേറൊന്നുമല്ല, ഷാനവാസുമായിട്ടുള്ള ആ ഒരു വഴക്കിൻ്റെ കാര്യം തന്നെയാണ്. അത് എന്തായി, പറഞ്ഞു തീർത്തോ എന്നറിയാൻ വേണ്ടിയാണ് ലക്ഷ്മി ഇപ്പോൾ വന്നിരിക്കുന്നത്. വഴക്കുണ്ടായ കാരണവും ഷാനവാസിനെ ആദില നോമിനേറ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള ഷാനവാസിന്റെ ദേഷ്യവുമെല്ലാം ആദില ലക്ഷ്മിയോടും പറയുന്നു. അപ്പോൾ ലക്ഷ്മി ആദിലയോട് പറയുന്നത്, ഷാനവാസിനെ അധികം വെറുപ്പിക്കണ്ട, നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും. പുറത്ത് നല്ല ഫാൻ ബേസ് ഉള്ള ആളാ. ലക്ഷ്മി വൈൽഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ അതിനു മുമ്പ് വരെയുള്ള ഫാൻ ബേസിനെ കുറിച്ച് നല്ല ധാരണ ലക്ഷ്മിക്കുണ്ട്. ആ ഒരു അറിവ് വെച്ചാവാം ലക്ഷ്മി ഇപ്പോൾ ആദിലയോട് അങ്ങനെ സംസാരിച്ചതും ഉപദേശിച്ചതും. അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഗെയിം മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു പാരലായി നിങ്ങൾക്ക് പോകാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ പുള്ളി ഒരു ശുദ്ധനാണ്. പുള്ളി ഭയങ്കര പാവമാണ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്നാണ് ലക്ഷ്മി പറയുന്നത്. അപ്പോൾ ആദിലയും പറയുന്നത്, പുള്ളി നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണല്ലോ പുള്ളിയുമായിട്ടൊരു ബ്രദർ ബോണ്ട് അല്ലെങ്കിൽ ഫാദർ ബോണ്ട് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ വരില്ല. പക്ഷേ അയാൾക്ക് ഗെയിം മനസ്സിലാവുന്നില്ല. അയാൾ പറഞ്ഞ ആളെ ഞാൻ നോമിനേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണ്? ഉടനെ ലക്ഷ്മി പറയുന്നത്, ഷാനവാസിന് എല്ലാത്തിനെക്കുറിച്ചും ഒരു പ്ലാൻ ഉണ്ട്. വേറെ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. ഇന്നത്തെ നോമിനേഷനെ കുറിച്ചും ഷാനവാസിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഷാനവാസിന്റെ മുഖത്തു നിന്നും എനിക്ക് മനസ്സിലായി. ഇന്നത്തെ നോമിനേഷൻ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഷാനവാസ് ആയിരുന്നു. പുള്ളിക്ക് 3 വോട്ടെന്നും കൂടി അറിഞ്ഞപ്പോൾ പുള്ളി ശരിക്കും ഞെട്ടി. കാരണം 10 പേരിൽ 3 പേര് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. ബാക്കി കൗണ്ട് വെച്ച് നോക്കിയാൽ മതിയല്ലോ. ആ കൗണ്ട് കേട്ടതും ഷാനവാസ് നല്ല രീതിക്ക് ഞെട്ടി. അതെനിക്ക് മനസ്സിലായി എന്ന് ലക്ഷ്മി പറയുന്നു. എന്തായാലും ലക്ഷ്മി ആദിലയും നൂറയൊക്കെ ഉപദേശിക്കുന്നുണ്ട്, അയാളെ മാക്സിമം കൂടെ നിർത്താൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നൊക്കെ. ഇനി ലക്ഷ്മിയുടെ ഉപദേശം സ്വീകരിച്ച് ആദിലയും നൂറയും വീണ്ടും ഷാനവാസുമായി കൂട്ടുകൂടാൻ ചെല്ലുമോ എന്നൊന്നും അറിയില്ല. എന്താകുമെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.